ഹായ്. അർജുൻ അകപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റ് എന്താ എല്ലാവരും വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചതുകൊണ്ടാണ്. ആക്ച്വലി ഞാൻ ഇതിനകത്തൊന്നും പറയാൻ ആഗ്രഹിക്കുന്നത്, മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ നിങ്ങളെല്ലാം കണ്ടിരിക്കുമല്ലോ. അതിനകത്ത് ആദ്യം കാണിക്കുന്ന കുറേ സിനാരിയോ ഉണ്ട്. അതായത് ഈ പയ്യൻ അതിനകത്തേക്ക് വീണ ശേഷം അതിൻ്റെ അധികാരികൾ കാണിക്കുന്ന ഒരു അനാസ്ഥ. കുട്ടികൾ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി പറയുന്നുണ്ട് അതിനകത്തുണ്ട്, ഞങ്ങൾക്ക് സേവ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഒരു കൺക്ലൂഷൻ പോലെ, അതായത് ഇല്ല, അയാൾ രക്ഷപ്പെടുത്താനാകത്തില്ല, ഒത്തിരി പേര് അതിനകത്ത് വീണിട്ടുള്ളതാണ്, രക്ഷപ്പെടില്ല എന്ന ഒരു ഫോം പറഞ്ഞ് അതങ്ങ് അവസാനിപ്പിക്കുകയാണ്. അതായത് നിരാശാജനകമായ ഒരു ഫൈനൽ ടച്ച് അതിനകത്ത് അങ്ങ് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നിങ്ങളിനി അന്വേഷിക്കേണ്ട എന്ന്. പിന്നീട് ആ കുട്ടികളുടെ നിശ്ചയദാർഢ്യം, അതിനുശേഷം അവർ ഇറങ്ങാൻ തയ്യാറാകുമ്പോൾ ആണ് മാറി പറയുന്നത്. അപ്പോഴും മേലധികാരി ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അധികാരികളോട് പറയുന്നത്. അവിടെ ഉള്ള സുരക്ഷാ സേനയിലേക്ക് ചേർന്ന ആൾക്കാർ തന്നെ മാറി നിൽക്കുകയാണ്, എനിക്ക് താല്പര്യമില്ല, എന്നെക്കൊണ്ടാകില്ല എന്ന രീതിയിൽ. അപ്പം അത് സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് വിളിച്ച് പറയണം. ആ സിനിമയിൽ കൂടെ തന്നെ ഒരുപാട് വസ്തുതകളാണ് നമുക്ക് വിളിച്ച് പറയുന്നത്. ഈ രീതിയിൽ ജോലിക്ക് ഇറങ്ങുന്നവർക്കൊന്നും ആ റിസ്ക് എടുക്കാൻ വയ്യ എന്നുള്ള ടേമുണ്ട്. പിന്നെ ഇപ്പോൾ അവിടെ നടന്നത് കുറേയൊക്കെ ഞാൻ ന്യൂസിൽ കൂടെ കണ്ടുള്ള അറിവേ ഉള്ളൂ. ഞാൻ എന്തായാലും ആ സ്ഥലത്ത് പ്രസൻ്റ് ആയിരുന്നില്ല. കർണാടകയിൽ മണ്ണിടിച്ചിൽ അകപ്പെട്ട ആളെ രക്ഷിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പട്ടാളക്കാരെ ഇറക്കി, അല്ലെങ്കിൽ ടണൽ ദുരന്തം, ഒരു ടണൽ ദുരന്തത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനം പോലൊരു രക്ഷാപ്രവർത്തനം ഇതിനകത്ത് നടത്തിയില്ല, കെയർലെസ്സായി വിട്ടുകളഞ്ഞു എന്നുള്ള ടൈമിലാണ് പറയുന്നത്. പിന്നെ ഫോണിൻ്റെ കാര്യത്തിൽ വീണ്ടും ഒരു ഇത് പറയുന്നുണ്ട്, സിഗ്നൽ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഇപ്പോഴും ആളുണ്ട്, ആൾ ജീവനോടെ ഉണ്ട് എന്നൊരു ഇതൊക്കെ പറയുന്നുണ്ട്. ലോറി കണ്ടെത്തിയിട്ടില്ല, കുറേ അധികം കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെ റൂമേഴ്സാണ്. കൃത്യമായി ഒന്നും അറിയാതെ നമ്മളെങ്ങനെ പറയാൻ പറ്റും? പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതിനപ്പുറം ഇത്രയും ദിവസങ്ങൾക്കിപ്പുറം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭൂകമ്പം നടന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ 10-12 ദിവസം കഴിഞ്ഞിട്ട് ആളുകളെ കിട്ടിയ ചരിത്രമുണ്ട്. ഒരു ചെറിയ നേർവെട്ടമുണ്ടെങ്കിൽ തന്നെ ഓക്സിജൻ കിട്ടുകയാണെങ്കിൽ, അബോധാവസ്ഥയിലാണെങ്കിൽ പോലും നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഇത്രയധികം ആൾക്കാരും ഇത്രയും തെരച്ചിലുകളൊക്കെ ഉള്ളപ്പോൾ ഒന്നും പറയാനാകത്തില്ല കേട്ടോ. മണ്ണിടിച്ചിൽ അകപ്പെടുക എന്നുള്ളത് നമ്മൾ സിനിമയിലൊക്കെ കൂടെ കണ്ടിട്ടേ ഉള്ളൂ. റീസെൻ്റ്ലി ഫഹദ് ഫാസിലിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അതും ഇതേപോലെ സെയിം എഫക്റ്റ് തന്നെയാണ്. ഇപ്പം ഈ അമ്മയും ബാക്കി ബന്ധുക്കളും ഒക്കെ കർണാടക സർക്കാരിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. രണ്ട് സർക്കാരുകൾ തമ്മിൽ നടക്കുന്ന ഒരു പോരും അതിനകത്ത് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരവരുടെ സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ അവർക്കാണ് അധികാരം. അവർക്കതിൻ്റെ സീരിയസ്നെസ് വരാത്തത് മലയാളി ആയതുകൊണ്ടാണെന്നൊക്കെ പറയുന്നതൊക്കെ, മലയാളിയോ അത് കന്നഡയോ രണ്ടും ഇന്ത്യൻസ് തന്നെയല്ലേ, അങ്ങനെ ഒരു വേർതിരിവൊക്കെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അനാസ്ഥയുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഒരു കൺക്ലൂഷനിലാണ് എല്ലാവരും എത്തിയത്, ഇനി രക്ഷപ്പെടില്ല, ഇനി കിട്ടില്ല എന്ന ഒരു ടൈമിലാണ് ഉള്ളത്. അപ്പോൾ ഈ മണ്ണിടിച്ചിൽ ഉള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഒന്നുകിൽ സെക്യൂരിറ്റി അലർട്ട് കൊടുക്കുക, മഴ ഉള്ള സമയത്ത് അതുവഴി വാഹനങ്ങൾ കടത്തി വിടാതിരിക്കുക, അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കണം. പക്ഷെ നമ്മളാരെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ? ത്രില്ലിന് അതുവഴി പോകുന്നവർ പോലും ഉണ്ട്. ഈ വിഷയത്തിൽ അതൊന്നുമല്ല. പക്ഷേ എന്നാലും വാഹനത്തിൻ്റെ മുതലാളിയും ഡ്രൈവർമാരും അവിടെയുണ്ട്. അവരൊന്നും തെരച്ചിൽ നടക്കുന്നിടത്തേക്ക് കടത്തി വിടുന്നില്ല. നമ്മൾ മലയാളികളായതുകൊണ്ടാണ് ഇത്ര ശ്രദ്ധ കിട്ടിയത്. എന്നാൽ അതൊന്നുമല്ലാതെ വേറെ 3 പേര് കൂടി അവിടെ കാണാതായിട്ടുണ്ട്. അവരുടെ ആൾക്കാരൊക്കെ വന്നപ്പോൾ അവർ പോലീസ് ആട്ടി ഒഴിക്കുകയാണ് ചെയ്തത്. സഹനത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി, ഇനി ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്നും ഈ കുടുംബം പറയുകയാണ്. അതാണ് ഞാൻ നേരത്തെ മഞ്ഞുമ്മൽ ബോയ്സിനെ പറഞ്ഞത്. ആ കുട്ടികളുടെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് കുഴിയിൽ വീണ അയാൾ രക്ഷപ്പെട്ടത്. ഈ ബന്ധുക്കളോളം ഒരു ഈഗർനെസ് വേറെ ആർക്കും വരത്തില്ല. ബന്ധുക്കൾ അതിനകത്തേക്ക് കടത്തി വിടുക എന്നുള്ളത് മിനിമം മാനേഴ്സാണ്. അത് കടത്തി വിടാതിരിക്കുന്നത് ഒരു പക്ഷേ അവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യും എന്നുള്ള ബുദ്ധിമുട്ടുണ്ടാണ്. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലെ ആളുകളെ നിർത്തും, തിയേറ്ററിനകത്തേക്ക് ആളെ കയറ്റുമോ? ഇല്ല. അപ്പോൾ അവർ അതിൻ്റേതായ രീതിയിൽ അത് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയണത്. ഇനി ഇതിങ്ങനെ കടത്തി വിട്ടാൽ തന്നെ ഇവരെ കൊണ്ടത് പറ്റുമോ? ഒന്നും സാധിക്കത്തില്ല. എവിടെയാണ് എന്താണ് എന്ന് ടെക്നിക്കലി മനസ്സിലാക്കി ആയിരിക്കുമല്ലോ അവർ പ്രവർത്തിക്കുന്നത്. അപ്പം ലെറ്റ് ദം ഡു ദാറ്റ് ജോബ്. പിന്നെ നമുക്ക് ഫേറ്റ് ആണെന്ന് പറയാനേ പറ്റുള്ളൂ. ഇങ്ങനൊരു അവസ്ഥ ആരും പ്രതീക്ഷിച്ചതല്ലല്ലോ. രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അറിയട്ടെ. ഞാൻ റീസെൻ്റ്ലി കുറേയധികം ഫിലിംസ് ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നയൻതാരയുടെ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇതുപോലെ തന്നെ ഒരു ബസ്സിനകത്ത് പെട്ടുപോകുന്നു, പിന്നീട് അവർ എസ്കേപ്പ് ആവുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും പരസ്പരം തല്ലിപ്പിടിക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് വല്ലാതെ ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ട് ഇതാകുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് പെട്ട് കിടക്കുന്ന ആളുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ജീവനോടെ ഉണ്ടെങ്കിൽ. ഇനി ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക. പിന്നെ അടുത്തൊരു നദി ഉണ്ടെന്നും നദിയിലേക്ക് പോയിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നും
ഒക്കെ പറയുന്നുണ്ട്. എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. അപ്പോൾ എനിക്കിതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ സർക്കാരുകളുടെ കുറ്റമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റമോ ഒക്കെ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. ആരെങ്കിലും മറ്റ് കുറച്ചധികം പേര് ആ ഒരു ഭാഗത്തേക്ക് ഓടി കയറിയത് കൊണ്ട് ഒരുപക്ഷെ അതിൻ്റെ അടിയിൽ നിൽക്കുന്ന ആൾ അനുഭവിക്കാവുന്ന ഒരു പ്രഷർ അതും ഒഴിവാക്കുക എന്നുള്ളത് ഇവരുടെ ദൗത്യമല്ലേ. നമുക്ക് അങ്ങനെയും ചിന്തിക്കാമല്ലോ. അതാണ് ഞാൻ ഫഹദ് ഫാസിലിൻ്റെ സിനിമ പറഞ്ഞത്. പുള്ളിയെ രക്ഷിക്കാൻ വരുന്ന ആ ഒരു സ്പെസിഫിക് സാധനം ഇടിക്കുമ്പോൾ ഇയാൾക്ക് ഇടി കിട്ടും എന്നുള്ളത് കൊണ്ട് അയാൾ മാറി വേറൊരിടത്തേക്ക് പോകുന്ന ഒരു സിനാരി അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരെ അകത്തേക്ക് കടത്തി വിടാത്തത്. അങ്ങനെയും ചാൻസ് ഉണ്ട്. പിന്നെ ഇന്നതേ പറ്റൂ ഇന്നത് പറ്റില്ല എന്ന് നിഷ്ഠ പിടിക്കാൻ അതൊരു അധികാരി അങ്ങനെ ഇരുന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഖണ്ഡിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് ജനം മനസ്സിലാക്കട്ടെ. ഒത്തിരി പേര് അവിടെ പോയിട്ടുണ്ട്. നമ്മൾ മലയാളികളായതുകൊണ്ട് വെപ്രാളപ്പെടുന്നു. അറ്റ്ലീസ്റ്റ് നമുക്ക് അതിലെങ്കിലും കുറച്ച് സമാധാനിക്കാം. മലയാളികളിൽ ഒരാൾ നഷ്ടപ്പെട്ടാൽ മലയാളികൾ അത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കുകയും അതിനുവേണ്ടി യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്യുന്നില്ലേ. അത് തന്നെ വലിയ കാര്യം. തിരിച്ചു വരാൻ സാധിച്ചിരുന്നെങ്കിൽ, ജീവനോടെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതൊരു വലിയ സന്തോഷമായാലും. പാവം തോന്നുന്നു, ഒന്നും പറയാനില്ല. പിന്നെ മീഡിയാസിന് പിറകെയാണല്ലോ ലൈവ് ഇടുകയും അയാളുടെ ജീവചരിത്രവും കഥകളും ഒക്കെ കൊണ്ടുവരുന്നതിൽ തിരക്കാണ്. കണ്ടൻറ്റേ ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. എനിക്ക് ഈ കണ്ടൻറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ സ്കിപ്പായത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. തീരെ താല്പര്യം ഉണ്ടായി ചെയ്തതല്ല. താങ്ക് യു.